ചോദ്യങ്ങൾക്ക് ഉത്തരമേ ഇല്ല. അവിടെ പിന്നെ ഡിബേറ്റുകൾക്ക് പ്രസക്തി ഇല്ലല്ലോ. ഞാൻ ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത് ഈ ഒരു യൂത്ത് ക്യാമ്പിന് പോകുമ്പോഴാണ്. അതും നേരിട്ട് ചോദിക്കാൻ പറ്റത്തില്ല, നമ്മൾ എഴുതി കൊടുക്കും. എഴുതി കൊടുക്കുന്ന എഴുതി കൊടുക്കും. കാര്യങ്ങൾ ആദ്യം ഒരു പാസ്റ്ററിന്റെ കിട്ടും. പാസ്റ്റർ അത് സ്ക്രീൻ ചെയ്തതിന് ശേഷം ഇപ്പൊ 100 കിട്ടിയെങ്കിൽ 5-10 ആയിരിക്കും പുള്ളി വായിച്ചിട്ട് അതിന് ഉത്തരം കൊടുക്കുക. അത് സ്ക്രീൻ ചെയ്തിട്ടാ പോകുന്നത്. ഒരുത്തന്റെ ചിന്താഗതിക്ക് എതിരായിട്ടൊരു സാധനം വന്നാൽ അത് അന്നേരം എടുത്ത് ചുരുട്ടിക്കളയും. എന്നിട്ട് ഞാൻ കേട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വൻ കോമഡിയാണ്. ദാവീദ് താടി വളർത്തിയിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് എന്തുകൊണ്ട് ഇപ്പൊ താടി വളർത്താൻ പറ്റുന്നില്ല? ഇതിന് പുറത്തേക്ക് അവരുടെ ഒരു എക്സ്പ്രഷന് പുറത്തേക്കുള്ള മെയിൻ കാര്യങ്ങളൊന്നും ചോദ്യങ്ങൾ ഇവർ വന്നിട്ടുണ്ടായിരിക്കും, അവരന്നേരം ചുരുട്ടി കളയുന്നതായിരിക്കും. അപ്പൊ ചോദ്യം ചോദിക്കാനുള്ളൊരു വേദിയേ ഇല്ല. ആകെ ഞാൻ ഈ ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത് ഇവരുടെ ഇതിലാണ്. വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. പാസ്റ്റർ പ്രസംഗിക്കുന്നു, കേൾക്കുന്നു. ഇല്ല, ഉടയോനും അടിമയും തമ്മിലുള്ള പരിപാടി പോലെ അവിടുന്ന് പറയുന്നു, ഓ മറ്റേ തലപ്പത്ത് കയറി ഇരുന്ന് പ്രസംഗിക്കുന്നു, കേൾക്കുന്നു, പോകുന്നു. തിരിച്ച് ചോദ്യമില്ല. ഇവിടെ ഒരു ഡെമോക്രാറ്റിക് രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. എളുപ്പമുള്ള സിമ്പിൾ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി അതെ ഭൂരിപക്ഷം കുറിപ്പുകളും വേസ്റ്റിനകത്ത് പോകും. അതെ, വിഴുങ്ങി കളയത്തേ ചിലര് ഉള്ളൂ. അതെ ചോദ്യം പബ്ലിക്കായിട്ട് പരസ്യമായിട്ട് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചാൽ ഇരിക്കാൻ പറയും.